ഇന്ന് ഞാനിവിടെ അറബിക് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോ അറബിക് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കപ്സ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സേല റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ഈ ഒരു ടൈപ്പിലാണ് ആ റൈസ് ഇരിക്കുന്നത്. ഈ റൈസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർത്ത് വെക്കും. അരമണിക്കൂർ കഴിഞ്ഞ് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രൈ ലെമൺ വേണം. ഡ്രൈ ലെമൺ മസ്റ്റാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇതുപോലെ ഡ്രൈ ലെമൺ വാങ്ങാൻ കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു 6-7 ഏലക്ക, 3-4 പട്ടയുടെ പീസ്, 4-5 ബേ ലീഫ്, ഒരു 8-10 ഗ്രാമ്പു, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക്. നമുക്ക് ഈ ഏലക്കയും കുരുമുളകും ഒന്ന് ചതച്ചെടുക്കാം. ഈ മോർട്ടർ ആൻഡ് പെസ്റ്റിൽ വളരെ പഴക്കം ചെന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന എൻ്റെ അറിവിൽ 5ാമത്തെ തലമുറക്കാരിയാണ് ഞാൻ. എനിക്കിങ്ങനെ പഴയ സാധനങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. ഒരുപാട് ഇത് നമ്മൾ പൊടിച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിന് വേണ്ട പൊടികൾ എന്താണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അധികം പൊടികൾ യൂസ് ചെയ്യത്തില്ല. വളരെ കുറച്ച് പൊടികൾ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല പൊടിച്ചെടുത്ത പട്ടയുടെ പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയും ഇത്രയും മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 8-10 പച്ചമുളക് എടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 ടൊമാറ്റോ. ഈ ടൊമാറ്റോയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കും. വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏലക്കയും കുരുമുളകും ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ പറയാൻ മറന്നുപോയി, ഡ്രൈ ലെമൺ നമ്മളിപ്പോൾ യൂസ് ചെയ്യത്തില്ല. അത് റൈസ് ചേർക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രമേ നമ്മൾ ഡ്രൈ ലെമൺ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി ഇതിലേക്ക് പച്ചമുളക് ക്രഷ് ചെയ്തതിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമുളകിന്റെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. റൈസിനും കൂടി ചേർത്തുള്ള ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പാത്രം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ടൊമാറ്റോയുടെയും പച്ചമുളകിന്റെയും പേസ്റ്റിലൊക്കെ കിടന്ന് ഇതൊന്ന് വെന്ത് വരട്ടെ. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഞാൻ റൈസ് എടുത്തതിന്റെ ഇരട്ടി വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം.
ഉപ്പ് നിങ്ങൾ നോക്കണം, ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് വേണം. വെള്ളം ഒഴിച്ച ശേഷം നമുക്കിതിലേക്ക് ഈ ഡ്രൈ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് റൈസ് ആഡ് ചെയ്യാം. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി പാത്രം മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്ക് നമുക്ക് ഇതിന്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇതിവിടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഇതൊന്ന് ഡ്രൈ ആവാനുണ്ട്. ഇത് ഡ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു ബൗളിലാക്കി ഈ ഒരു സ്റ്റേജിൽ ഇതിനുള്ളിലേക്ക് വച്ചിട്ടാണ് ഇത് ഡ്രൈ ആക്കി എടുക്കുന്നത്. ഒരു ചാർക്കോൾ എടുത്തിട്ട് ഇതുപോലെ കത്തിച്ചെടുക്കാം. ചാർക്കോൾ ഇവിടെ നല്ലതുപോലെ കത്തി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഈ കത്തിയ ചാർക്കോൾ ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ അടപ്പ് മാറ്റിയിട്ട് ചാർക്കോൾ വെച്ച ബൗള് ഇതിന്റെ സെന്ററിലേക്ക് വെച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. ഇതിന്റെ സ്മോക്കി സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ അടപ്പ് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടയ്ക്കണം. ഇതിന്റെ ആവി ഒട്ടും പുറത്തേക്ക് പോകരുത്. അതുപോലെ ഇതൊന്ന് അടച്ചു വെക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇനി ഇത് ഡ്രൈ ആക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിന്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. നല്ലൊരു മണമാണ്. അറബിക് റൈസിന്റെ നല്ല സ്മെല്ലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബൗളൊന്ന് മാറ്റിയിട്ട് എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അറേബ്യൻ റൈസ് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണിത്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.